നല്ല നാടൻ കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. പണ്ടൊക്കെ ആണെങ്കിൽ കലത്തപ്പം എന്ന് പറയും, ഇന്ന് നമ്മളത് കുക്കറിൽ ഒഴിക്കുന്നതുകൊണ്ട് കുക്കറപ്പം എന്ന് പറയും. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതാ ഇതുപോലെ നല്ല ആരെടുത്തിട്ടുള്ള പെർഫെക്റ്റ് കലത്തപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ വലിയ അച്ച് ശർക്കര ആയതുകൊണ്ട് 2.5 അച്ച് ശർക്കരയാണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതിലേക്കൊരു 1 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇപ്പോൾ ഇതാ കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള പച്ചരി, ഇതൊരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തെടുക്കണം കേട്ടോ. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ചോറ്, 2 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ഉപ്പ്, മധുരമാണ് എന്തായാലും ചെറിയൊരു ഉപ്പ് വേണ്ടേ അതിന് വേണ്ടിയിട്ട്. പിന്നെ അരക്കാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കിയിട്ട് ആദ്യം തന്നെ അരച്ചെടുക്കണ്ട, നമുക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ചെടുക്കണ്ടേ. അതിതാ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ അപ്പക്കാരില്ലേ ബേക്കിംഗ് സോഡ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ശർക്കര ഉരുക്കിയത് നല്ല തിളച്ച ആ ഒരു രൂപത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, തണുക്കാൻ വിടരുത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയില്ലേ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക. ഇതൊരു നാടൻ റെസിപ്പി അല്ല, അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഞാൻ കുക്കർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അലൂമിനിയത്തിൻ്റെ കുക്കറാകുമ്പോൾ അടി പിടിക്കുമല്ലോ, സ്റ്റീലിൻ്റെ കുക്കറിൽ അടി പിടിക്കും കേട്ടോ. കുറച്ച് വറുത്തെടുത്ത് നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ മുകളിൽ നിറച്ചും അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ എയർ വരും, ബബിൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. ഇതുപോലെ ഇങ്ങനെ താനെ തന്നെ വിട്ടു വരും കേട്ടോ, അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കലത്തപ്പം റെഡി ആയിട്ടുണ്ടേ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വലിയ അച്ച് ശർക്കര ആയതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചെറിയ അച്ചാണെങ്കിൽ ഒരു 3 അച്ചൊക്കെ ശർക്കര ചേർത്ത് കൊടുത്തോ. പിന്നെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. 1 കപ്പ് പച്ചരിക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാം. അതായത് 1/4 കിലോ പച്ചരിക്ക് ഇത് കണ്ടോ നന്നായിട്ട് ആരെടുത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടെ. ഈ മധുരം ഇതിന് കറക്റ്റാണ്. അപ്പോൾ ശരി, ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകല്ലേ.